നീ നീ പറഞ്ഞത് കാര്യമാണോ കണ്ണ? ബദ്രിയുടെ മുഖത്തേക്ക് നോക്കി രാമനാഥൻ ചോദിച്ചു. ഞാൻ എന്തിനാ രാമച്ച തമാശ പറയണേ? രാവിലെ തന്നെ അയാൾ വന്നു. അച്ചുവിനെ അന്വേഷിച്ചാണ്. അയാൾക്ക് എന്തിനാ അവളെ? എന്തായാലും സ്നേഹം കൊണ്ടല്ല തേടി വന്നതെന്ന് അയാളുടെ വാക്കിലും ഉണ്ടായിരുന്നു. നീ ടെൻഷനാവണ്ട, നമുക്ക് നോക്കാം. അവൻ്റെ ഉള്ളിലെ ആദ്യം മനസ്സിലാക്കി രാമച്ചൻ അവനെ ചേർത്ത് പിടിച്ചു. അറിയില്ല രാമച്ച എന്താണ് നടക്കുന്നതെന്ന്. അവൾക്കാണേ ഒന്നും അറിയില്ല. ആരോടാ ഞാൻ ചോദിക്കുക? അവൻ തലക്കും കൈ കൊടുത്തു തിണ്ണയിലിരുന്നു. ഇനി അവളെ എങ്ങനെയാ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയാക്കി പോവുക? ആകെ വല്ലാത്തൊരു അവസ്ഥ. ഹരി ഉണ്ടാവും മോഹൻ്റെ കൂടെ, അതാണ് ഏറെ ടെൻഷൻ. അവൻ അസ്വസ്ഥതയോടെ നെറ്റി ഒഴിഞ്ഞു. കിണ്ണാ, വാതിൽക്കൽ നിന്ന് അച്ചു വിളിച്ചു. ബദ്രി മുഖമുയർത്തി അവളെ നോക്കി. ആഹാ, ഇതാരും അച്ചുവോ? വന്നേ ചോദിക്കട്ടെ. രാമച്ചൻ അവളെ കൈകാട്ടി വിളിച്ചു. അച്ചു ബദ്രിയുടെ അടുത്ത് ചെന്നിരുന്ന് അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചു. ബദ്രി ചിരിയോടെ അവളെ ചേർത്തി പിടിച്ചു. കിണ്ണാ, അച്ചുവിന് ഇന്ന് എന്താ കണ്ണെഴുതി തരാത്തേ? ഞാൻ മറന്നുപോയി. ചോപ്പ് പൊട്ട് ഇവിടെ തൊട്ട് തന്നില്ലാലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ബദ്രി അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. അവളെ കുളിക്കാൻ പറഞ്ഞയച്ച് രാമച്ചനെ വിളിച്ചു വരുത്തിയതാണ്. രാമച്ചനോട് സംസാരിച്ചിരുന്നപ്പോൾ മറന്നുപോയതാണ് ഇക്കാര്യം. പിന്നെ അവൾക്കൊന്നും അറിയില്ലേലും ആ മുഖത്തേക്ക് നോക്കാൻ അവന് വല്ലാത്ത വേദന തോന്നി. ഇനി കരയണ്ട, വാ ഞാൻ ഇട്ടുവരാം. ബദ്രി രാമച്ചനെ ഒന്ന് നോക്കിയ ശേഷം അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. പിന്നീടുള്ള ദിവസങ്ങൾ ബദ്രിക്ക് ടെൻഷൻ നിറഞ്ഞതായിരുന്നു. അച്ചുവിനെ ഒറ്റക്ക് നിർത്താൻ പോലും അവൻ ഭയന്നു. എത്ര ധൈര്യമുണ്ടെങ്കിലും അച്ചുവിൻ്റെ കാര്യത്തിൽ അവന് എന്തെന്നില്ലാത്ത ടെൻഷനായിരുന്നു. കഴിഞ്ഞ ദിവസം ഹരി വന്ന് അച്ചുവിനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞതാണ് ടെൻഷന് കാരണം. വെല്ലുവിളിച്ചാണ് അവൻ പോയത്. പ്രതികരിച്ചുവെങ്കിലും ഉള്ളിൽ ആദിയേറിയിരുന്നു. അത് തന്നെക്കുറിച്ച് ഓർത്തായിരുന്നില്ല, അച്ചുവിനെക്കുറിച്ച് ഓർത്തായിരുന്നു. ദേവികയമ്മയെ ഏൽപ്പിച്ച് പോകുമ്പോഴും അവൻ്റെ മനസ്സ് അവളുടെ അടുത്ത് തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അവളോട് സംസാരിക്കും. ഉച്ചയാവുമ്പോൾ ഓടും അവളുടെ അടുത്തേക്ക്. കിണ്ണാ, സന്ധ്യ നേരത്ത് ഉമ്മറത്ത് അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയായിരുന്നു അച്ചു. എന്തോയ്? അവൻ അവളുടെ കവിൾ ചേർത്ത് വെച്ചു. കിണ്ണന് അച്ചുവിനോട് പ്രേമല്ലേ? മുഖം ചെരിച്ചവൾ ചോദിച്ചു. ആണല്ലോ. എന്തേ അച്ചുട്ടാ? എന്നിട്ട് കിണ്ണനെന്താ അച്ചുവിനോട് പറയാത്തത്? അവളുടെ കണ്ണുകളിൽ പരിഭവം നിറഞ്ഞു. ബദ്രിക്ക് ചിരിയാണ് വന്നത്. എന്തോ പറയാനാഞ്ഞതും ബദ്രിയുടെ ഫോൺ റിങ് ചെയ്തു. നൈഷു ആണല്ലോ. അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് നിന്ന് നിശബ്ദത മാത്രം. ഹലോ നൈഷു. ഹലോ കണ്ണേട്ടാ. എന്താ നൈഷു, എന്തു പറ്റി? അവൻ തിരക്കി. കണ്ണേട്ടാ, ഇച്ചുക്ക ഇതുവരെയും വന്നില്ല. രാവിലെ എന്നോട് ദേഷ്യപ്പെട്ടു പോയതാണ്. ഒന്ന് അന്വേഷിക്കൂ. പറയുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു. നീ ടെൻഷനാവണ്ട, ഞാൻ നോക്കട്ടെ. ബദ്രി അത്രയും പറഞ്ഞ് കാള് കട്ടാക്കി. ഇച്ചുവിൻ്റെ നമ്പർ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കുക? ബദ്രി ദേഷ്യത്തിൽ എഴുന്നേറ്റു. അപ്പൂ, അകത്തേക്ക് നോക്കി ഉറക്കി വിളിച്ചു. എന്താ കണ്ണേട്ടാ? ഡാ, നീ അച്ചുവിനെ നോക്കണേ, ഞാൻ ഇപ്പോൾ വരാം. ബദ്രി ബുള്ളറ്റിൻ്റെ കീയെടുത്ത് ധൃതിയിലിറങ്ങി. കിണ്ണ, ഞാനും. അച്ചു പുറകെ ഓടുവന്നെങ്കിലും ബദ്രി ശ്രദ്ധിക്കാതെ മുന്നോട്ടെടുത്തു. പതിവില്ലാത്ത ഇടിയും മിന്നലും ഉണ്ടായിരുന്നു, ശക്തമായ കാറ്റും. ബദ്രി ഇടയ്ക്കിടയ്ക്ക് ഇച്ചുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു മുന്നോട്ട്. ഇരു സൈഡിലും വയലുകളുള്ള റോഡ് എത്തിയപ്പോൾ കാലം തെറ്റി ഒരു മഴ പെയ്തു. മഴയെ വകവയ്ക്കാതെ അവൻ മുന്നോട്ട് പാഞ്ഞു. പെട്ടെന്ന് ബുള്ളറ്റ് എന്തിലോ തട്ടി അവൻ തെറിച്ചു വീണു. നിലത്തേക്ക് വീണപ്പോൾ കണ്ടു റോഡിന് കുറുകെ കെട്ടിയിരിക്കുന്ന കയറ്. ബദ്രി ദേഷ്യത്തോടെ എഴുന്നേറ്റതും പുറകിൽ നിന്നാരോ ചവിട്ടി വീഴ്ത്തി. മഴക്കാറും ഇരുട്ടും ഒപ്പം ശക്തമായ മഴയും അവൻ്റെ കാഴ്ചയെ മറക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കയ്യിൽ ആയുധങ്ങളുമായി 2-3 പേര്. ബദ്രി ചാടി എഴുന്നേറ്റു. അവന് നേരെ പാഞ്ഞു വന്ന ഒരുത്തനെ ചവിട്ടി താഴെയിട്ടു. മറ്റൊരുത്തൻ്റെ വയറിനിട്ടിടിച്ചു. അടുത്ത ആളെ അടിക്കാൻ മുന്നോട്ട് ചെന്നതും തലക്കടിയേറ്റ് അവൻ നിലത്തേക്ക് വേച്ചുപോയി. ചുറ്റും കറങ്ങുന്നത് പോലെ. തന്നെ അടിച്ചയാളെ അടിക്കാനായി കൈയോങ്ങിയതും വയറിൻ്റെ ഭാഗത്ത് കൂർത്ത അഗ്രം തുളഞ്ഞു കയറിയത് അവൻ അറിഞ്ഞു. ശരീരം കുഴയുന്നത് പോലെ. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. പുറകിലേക്ക് വേച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ചു, നീ? അച്ചുവിനെ കൂടെ കൊണ്ടുപോക്കിണ്ണ. ഏങ്ങലടിച്ചു കൊണ്ടുള്ള അച്ചുവിൻ്റെ കരച്ചിൽ കാതിൽ വന്നലച്ചതും ബദ്രി ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ഗാഢമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി. ഒപ്പം വയറിൻ്റെ ഒരു വശം അസഹ്യമായ വേദനയും.
തല രണ്ടായി പിളരുന്ന പോലെ. അസ്വസ്ഥതയോടെ അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. നെറ്റിയൊഴിയാൻ കൈ ഉയർത്തിയപ്പോൾ കണ്ടു കയ്യിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന ക്യാനുല. മുഖം ചുളിച്ചവൻ റൂം മുഴുവനൊന്ന് കണ്ണോടിച്ചു. താനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് മനസ്സിലായതും അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. വല്ലാതെ തളർന്നു പോകുന്നു. ദേഷ്യത്തിൽ കയ്യിലെ ക്യാനുല വലിച്ചു മാറ്റി. എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ടാണ് പത്മ ഓടി വന്നത്. വന്നപ്പോൾ കണ്ടത് ദേഷ്യത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ബദ്രിയെയാണ്. മോനെ. ആദിയോടെ അവൻ അടുത്തേക്ക് ചെന്നു. എന്തായി നീ ഈ കാണിക്കണേ? അവിടെ കിടക്ക്, തലയനക്കല്ലേ. പിടിക്കാൻ ചെന്ന് അവരുടെ കൈ തട്ടിമാറ്റി ബദ്രി. ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ആരാന്ന്? ബദ്രി അലറുകയായിരുന്നു. അവൻ്റെ മുഖം ചുവന്നു. ചെന്നിയിലെ ഞരമ്പുകൾ പിടച്ചു. നെറ്റിയിലൂടെ ചുറ്റിക്കെട്ടിയ വെളുത്ത തുണിയിൽ വലിയ വട്ടത്തിൽ രക്തം പരന്നു. ശരീരം അനങ്ങിയതും വയറിലെ മുറിവ് വേദനിക്കുന്ന പോലെ തോന്നി അവന്. കണ്ണാ, നീ ഒന്ന് സമാധാനപ്പെട്, അമ്മ പറയാം. അവർ അവനെ സമാധാനിപ്പിക്കാൻ നോക്കി. അയ്യോ ചോര, നീ ഇവിടെ ഇരുന്നേ. ബദ്രിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പത്മ അവനെ ബെഡിലിരുത്തി ഗ്ലാസ്സിൽ വെള്ളമെടുത്തു കൊടുത്തു. ബദ്രി അവരെ മുഖമുയർത്തി നോക്കി. ഇന്നേക്ക് 4 ദിവസമായി നീ ഇങ്ങനെ കിടന്നിട്ട്. പത്മ പറയുന്നത് കേട്ട് അവൻ ഞെട്ടി. 4 ദിവസോ? അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. അന്നത്തെ ആ സംഭവം ഒരു നിമിഷം ഓർത്തെടുത്തു. ഇച്ചു. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. വല്ലാത്ത വേദന, ഹൃദയം നുറുങ്ങുന്നത് പോലെ. കിട്ടിയ അടിയേക്കാളും ആഴ്ന്നിറങ്ങിയ കത്തിയേക്കാളും വേദനിച്ചത് അത് ചെയ്തത് ഇച്ചുവാണല്ലോ എന്നറിഞ്ഞപ്പോഴാണ്. സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു. അമ്മ കാണാതിരിക്കാൻ അവൻ മുഖം താഴ്ത്തി. ഹോസ്പിറ്റൽ 2 ദിവസം കിടന്നിട്ടും നീ ഉണർന്നില്ല. ഇടയ്ക്ക് ബോധം വരും, പിന്നെ വീണ്ടും നീ മയക്കത്തിലേക്ക് പോകും. സ്കാൻ ചെയ്തപ്പോൾ തലയൊട്ടിക്ക് ചെറിയ പൊട്ടലുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. 3-ാമത്തെ ദിവസം ഹരിയാണ് നിന്നെ വീട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഡോക്ടർ എതിർപ്പൊന്നും പറഞ്ഞില്ല. വയറിലെ മുറിവ് ചെറുതായിരുന്നു, അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പത്മ അവനോട് വിശദീകരിച്ചു കൊടുത്തു. ബദ്രിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. എൻ്റെ അച്ചു, അപ്പു, അവർ രണ്ടുപേരും എവിടെ? അവൻ നെഞ്ചിടിപ്പോടെ തിരക്കി. പത്മ ഒന്നും മിണ്ടിയില്ല. അവരെവിടെയാണെന്ന് ബദ്രി ശബ്ദമുയർത്തി. അറിയില്ല, നിന്നെ മാത്രമേ. ബാക്കി കേൾക്കും മുന്നേ അവൻ എഴുന്നേറ്റു. തലക്കകം കുലുങ്ങുന്ന പോലെ തോന്നി അവന്. എങ്കിലും മുന്നോട്ട് നടന്നു. കണ്ണാ. പത്മ പിന്നാലെ ചെന്നു. ബദ്രി അത് കേൾക്കാതെ റൂമിന് പുറത്തേക്കിറങ്ങി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ മുഖം ഇരുണ്ടു. വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദത്തൻ. ബദ്രി കാണാത്ത പോലെ മുന്നോട്ട് നടന്നു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ ഹരിയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ചത്, അല്ലാതെ നിന്റെ കൂട്ടുകാരോ ആ രാമനാഥനോ അല്ല. അയാൾ അവന് നേരെ ശബ്ദം ഉയർത്തി. ബദ്രി അയാളെ തുറച്ചു നോക്കി. കൊള്ളാം, ഞാൻ വിശ്വസിച്ചു. എൻ്റെ രാമച്ചൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല അല്ലേ? ബദ്രി പുച്ഛത്തോടെ ചിരിച്ചു. ഇനി എങ്ങോട്ടാ? നടക്കാനൊരുങ്ങിയ ബദ്രിയോട് അയാൾ ഗൗരവത്തോടെ ചോദിച്ചു. എങ്ങോട്ടായാലും എന്താ, എന്നാലും ഇവിടുന്ന് ഇറങ്ങേണ്ടത് തന്നെയല്ലേ? തിരിഞ്ഞു നോക്കാതെ അവൻ മുന്നോട്ട് നടന്നു. സ്റ്റെയർ വേഗത്തിൽ ഇറങ്ങുമ്പോൾ അവൻ്റെ കാഴ്ച മങ്ങുന്ന പോലെ തോന്നി. ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ അച്ചുവും അപ്പുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിന് ദോഷസമയമാണെന്ന് തോന്നുന്നു. പത്മ അവൻ പോകുന്നത് നോക്കി നിന്ന് കണ്ണീർ വാർത്തു. ദോഷസമയമല്ലടി, അവൻ്റെ അഹങ്കാരാണ്. എൻ്റെ മോൻ അലിവ് കാണിച്ചിട്ടും അതിൻ്റെ ഒരു നന്ദി പോലുമില്ല, കൂരുത്തം കെട്ടവൻ. ദത്തൻ വാക്കിംഗ് സ്റ്റിക്കിൽ പിടിമുറുക്കി പതിയെ അകത്തേക്ക് നടന്നു. ഉണ്ണേട്ടൻ എന്താ മിണ്ടാത്തത്? ഏറെ നേരത്തെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് മാളു ചോദിച്ചു. ശങ്കർ ഒരു ചെറുചിരിയോടെ ദൂരേക്ക് നോക്കി നിന്നു. മനസ്സിനൊരു സുഖവുമില്ലടി, ആകപ്പാടെ എന്തോ ഒരുമാതിരി. എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ? കണ്ണനെക്കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിയുന്നില്ല. ആ ഹരി മനഃപൂർവ്വം അവനെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയതാണ്. രാമച്ചനും ഞാനും എതിർത്തതാണ്. പക്ഷേ പത്മ കരഞ്ഞുകൊണ്ട് രാമച്ചൻ്റെ കാല് പിടിക്കാനൊക്കെ വന്നപ്പോൾ എതിർത്തില്ല. പിന്നെ അവനെക്കുറിച്ച് ഒരറിവുമില്ല. 4 ദിവസമായി. ശങ്കർ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇച്ചുവിനാണേൽ കാണാൻ കിട്ടുന്നില്ല. വിളിച്ചാൽ എന്തേലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ബദ്രിയെ അവനാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. ഞങ്ങളെ വിളിച്ചു പറഞ്ഞതും അവനാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവനില്ല. ഏതു നേരവും വീട്ടിൽ അടയിരിപ്പ. നിനക്കറിയാലോ നൈഷുവിൻ്റെ അവസ്ഥ. എല്ലാം കൊണ്ടും ഇപ്പോൾ ഒറ്റപ്പെട്ടത് ഞാനാണ്. അവൻ്റെ മുഖം വാടി, കണ്ണു നനഞ്ഞു. മാളു അവനെ അലിവോടെ നോക്കി. ഉണ്ണിയേട്ടാ, സാരയില്ല. കണ്ണേട്ടന് സുഖമായ തിരിച്ചു വരില്ലേ? പിന്നെ എന്താ? അപ്പോഴേക്കും ഇച്ചുക്കിയും ഓക്കെയാവും. നിങ്ങൾ 3 എണ്ണവും
കണ്ണേട്ടൻ്റെ ജിപ്സിയിൽ വരുന്നത് കാണാൻ തന്നെ ഒരു ചേലായിരുന്നു. കണ്ണേട്ടൻ വന്നാൽ പിന്നെ എല്ലാം ഫോമാവും. അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു കൊണ്ടവൾ ആശ്വസിപ്പിച്ചു. രണ്ടും പെട്ടെന്ന് മാറി നിന്നപ്പോൾ ആകെ എന്തോ പോലെ. ഫുൾ അവർ കാണുമല്ലോ കൂടെ. ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുക. മെല്ലെ അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. വീണ്ടും മൂക്കമായി നിമിഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. നേരം ഒരുപാടായില്ലേ, നീ ചെല്ലേ. അവൻ കണ്ണു തുടച്ച് അവളിൽ നിന്നും അകന്നു മാറി. അവൾ ചുണ്ടുകൂട്ടി കണ്ട് ആൽത്തറയിൽ നിന്ന് ചാടിയിറങ്ങി. ഞാൻ വിളിക്കാം. അവൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തവൾ നടന്നു നീങ്ങി. ശങ്കർ ആ ആൽത്തറയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ പോകുന്നത് നോക്കിയിരുന്നു. നിശ്വസിച്ചുകൊണ്ട് തറയിൽ നിന്നിറങ്ങി മുണ്ടിൻ്റെ അറ്റം എടുത്ത് പിടിച്ചവൻ ബൈക്കിനടുത്തേക്ക് നടന്നു. ഗേറ്റിന് പുറത്ത് ഒരു ഓട്ടോ വന്ന് നിന്നത് കണ്ട് രാമനാഥൻ ചെടി നനച്ചുകൊണ്ടിരുന്ന ഹോസ് താഴെയിട്ട് അങ്ങോട്ട് നോക്കി. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന ബദ്രിയെ കണ്ട് അയാളൊന്ന് പകച്ചു. കണ്ണാ. തോളിൽ കിടന്ന തോർത്ത് എടുത്ത് കൈ തുടച്ച് അയാൾ അവനടുത്തേക്ക് ചെന്നു. ബദ്രി ഗേറ്റിൽ പിടിച്ചു നിന്നു. തലക്ക് പുറകിൽ വേദന അനുഭവപ്പെട്ടു. ഡാ, നീ ഇങ്ങനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാമനാഥൻ ഓടി വന്നവനെ ചേർത്ത് പിടിച്ചു. രാമച്ച, എൻ്റെ അച്ചു, അപ്പു അവർ വീട്ടിലില്ല. അവൻ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നീ ടെൻഷൻ അടിക്കില്ലേ? ഇതെന്താടാ കഴുത്തിൽ ചോര? അയാൾ ആദ്യോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറ മാറ്റി നോക്കി. പിൻതലയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചുടുരക്തം. ഡാ ഡോക്ടറെ. കിണ്ണാ. അയാൾ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ആ കുഞ്ഞു ശബ്ദം അവൻ്റെ കാതിലെത്തി. ഒരു കടും പച്ച പട്ടുപാവാടയൊക്കെ ഇട്ട് അവനടുത്തേക്ക് ഓടി വരുന്ന അച്ചു. അവളെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. രാമച്ചൻ്റെ കൈ മാറ്റി അവൻ അവൾക്കടുത്തേക്ക് ചെന്നു. ഓടി വന്നവൾ അവനെ നെഞ്ചോട് ചേർന്നു. കിണ്ണാ, എവിടെയായിരുന്നു? അച്ചുവിന് സങ്കടായി. അച്ചു കുറേ കരഞ്ഞു. അവനെ മുറുകെ കെട്ടിപ്പിടിച്ചവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ബദ്രി അവളുടെ ചുണ്ടമർത്തി മൗനമായി കരഞ്ഞു. അവളെ അടർത്തി മാറ്റി ആ മുഖം മുഴുവൻ ചുംബനങ്ങളാൽ നിറച്ചു. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികളിൽ ചുണ്ടമർത്തി. സങ്കടായോ എൻ്റെ അച്ചൂട്ടന്? അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയവൻ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. നല്ലോണം. ചുണ്ട് പിളർത്തി അവനെ നോക്കി. ഇനി കിണ്ണം പോകുമ്പോൾ അച്ചുവും വരും. അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നിന്നു. ബദ്രി ആശ്വാസത്തോടെ അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകളടിച്ചു. കണ്ണേട്ടാ. അവനെ കണ്ടതും അപ്പുവും ഓടി വന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. ബദ്രി ഒരു കൈകൊണ്ട് അച്ചുവിനെയും മറുകൈകൊണ്ട് അപ്പുവിനെയും അവനോട് ചേർത്ത് നിർത്തി. അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ബദ്രി പുഞ്ചിരിയോടെ അവൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. അതുവരെ അനുഭവിച്ച ടെൻഷനെല്ലാം ഇല്ലാതാവുന്നത് പോലെ അവൻ അറിഞ്ഞു. നെഞ്ചിനുള്ളിൽ ഒരു തണുപ്പ്. രണ്ടുപേരെയും വിടാതെ ചേർത്ത് പിടിച്ചിരുന്നു. കണ്ണാ, വന്നേ, ബ്ലഡ് വരുന്നു. രാമച്ചൻ അവർക്കടുത്തേക്ക് ചെന്നു. രാമച്ച, ഞാൻ ഇവരെ കാണാതായപ്പോൾ പേടിച്ചു പോയി. നീ ഹോസ്പിറ്റലിലാണ് അറിഞ്ഞപ്പോഴേ ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു മുൻകരുതൽ. അവൻ്റെ തോളിൽ തട്ടി അയാൾ ചിരിച്ചു. അകത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ രാമച്ച? പറയാം. ബ്ലഡ് വരുന്നത് കണ്ടില്ലേ? നീ ആദ്യം അത് ഡ്രസ്സ് ചെയ്യാം. രാമച്ചൻ അവനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. അവൻ്റെ കൈയും പിടിച്ച് അച്ചുവും കൂടി നടന്നു. മോനെ. അവനെ കണ്ടതും ഭാനുവമ്മ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കയ്യിലും മുഖത്തും തലോടി. കുഴപ്പമൊന്നും ഇല്ലല്ലോ കണ്ണ? ഇല്ല അച്ചമ്മേ, അവൻ ചെറു ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ രണ്ടാളും എന്നാ നിൽക്കുന്നത്? ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെന്ന് കുടിക്ക്. അപ്പു മോനെ, മോളെയും കൂട്ടി ചെല്ല്, അച്ചമ്മ അപ്പുവിനോട് പറഞ്ഞു. അച്ചുവിന് കിണ്ണം തരൂ. അച്ചു ബദ്രിയുടെ നെഞ്ചിൽ ചാരിയിരുന്നു. ഞാൻ കൊടുത്തോളാം അച്ചമ്മേ, ബദ്രി ചെറു ചിരിയോടെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എന്ത് കരച്ചിലായിരുന്നു. ഒരു വക കഴിച്ചിരുന്നില്ല. കിണ്ണനെ കാണണം എന്നൊരു പല്ലവി മാത്രം. അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചു ബദ്രിയുടെ നെഞ്ചിൽ പതുങ്ങി നിന്നു. അച്ചുവിന് കിണ്ണനെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? അവൻ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കിണ്ണാ. എന്താ മോളെ? ഇന്നലെ അച്ചുവിന് വയ്യാതായി. അവൾ സങ്കടത്തോടെ പറഞ്ഞു. വയ്യാതാവേ? എന്നിട്ട്? അവൻ ആവലാതിയോടെ തിരക്കി. എന്താ രാമച്ച, എന്തു പറ്റി ഇവൾക്ക്? അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി രാമച്ചൻ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ വാ അച്ചുമോളെ, കിണ്ണൻ ഇപ്പോൾ വരൂട്ടോ. വേണ്ട, ഞാനും ഉണ്ട്. അവൾ ബദ്രിയുടെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു. എന്താ രാമച്ച? ബദ്രി ടെൻഷനോടെ ചോദിച്ചു. വേറൊന്നുമല്ല, ദേ നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. അത് കേട്ട് ബദ്രി ഒന്ന് ഞെട്ടി. എന്താ എന്താ? ബദ്രി വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. പെട്ടെന്ന് കാറ്റുപോലെ ആരോ വന്ന് അവനെ വാരി പുണർന്നു. ഗൗരി, ഡാ. ആളെ അറിഞ്ഞതും ബദ്രി അവനെ ചേർത്ത് പിടിച്ചു. ശങ്കർ അവനെ വിടാതെ മുറുകെ പിടിച്ചു.